السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آبائهم وذرياتهم وإخوانهم واجتبيناهم وهديناهم إلى صراط مستقيم. ذلك هدى الله يهدي به من يشاء من عباده ولو أشركوا لحبط عنهم ما كانوا يعملون. ഏറെ ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഏകനായ പടച്ച റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന മുത്തക്കികളായി മുഅ്മിനുകളായി ജീവിച്ച് മരിച്ചു പോകുന്നതിന് പടച്ച റബ്ബ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം വിശദീകരിക്കുന്ന ആയത്തുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം സംസാരിച്ച ആയത്തുകൾ 17 പ്രവാചകന്മാരുടെ പേരുകൾ എണ്ണിപ്പറഞ്ഞ ആയത്തുകൾ ഒരുപാട് വിശദീകരിക്കാനുള്ള ഭാഗമാണ്. ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം പ്രത്യേകിച്ച് എടുത്ത് പരിശോധിക്കാൻ നമ്മൾ മെനക്കെട്ടിട്ടില്ല. അത് പിന്നീട് ഒരിക്കലാകാം എന്നുള്ള നിലക്ക് മാറ്റിവെച്ചതാണ്. ഏതായിരുന്നാലും സൂറത്തുൽ അൻആമിന്റെ ഒരു പ്രത്യേകത, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടക്കം 18 പ്രവാചകന്മാരുടെ പേരുകൾ സൂചിപ്പിക്കപ്പെട്ട ഒരധ്യായമാണ് എന്നുള്ളതാണ്. കൂടുതൽ അറിയാനും പഠിക്കാനും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും റബ്ബ് നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഓതിക്കേൾപ്പിച്ച ആയത്തുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ വചനങ്ങളിലായി നമ്മൾ പറഞ്ഞു, വവഹബ്നാ ലഹു ഇസ്ഹാഖ വയാഖൂബ് കുല്ലൻ ഹദൈനാ വനൂഹൻ ഹദൈനാ മിൻ ഖബ്ൽ വമിൻ ദുർരിയ്യതിഹി എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാമയുടെ കഥ പറയുന്നുണ്ട്. അതേപോലെ ഇസ്ഹാഖ് നബിയുടെ, യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയിൽ വന്ന പ്രവാചകന്മാരുടെ പലരുടെയും പേരുകൾ എടുത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ രണ്ടാമതായി അറിയപ്പെടുന്ന മഹാനായ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാമയുടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ശേഷം വന്ന പ്രധാനപ്പെട്ട ഒരുപാട് പ്രവാചകന്മാരുടെയും പേരുകൾ എടുത്ത് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന സംഗതികൾ എന്താണ് എന്ന് നമ്മൾ നോക്കുക. ഇതൊരു കറാമത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പറയാം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് നൽകിയ വലിയൊരു ആദരവാണ് കറാമത്ത് എന്ന് പറഞ്ഞ ആദരവ് എന്നാണ്. ബിഹസബി ഔലാദ് വബിഹസബിൽ ആബാ, പാരമ്പര്യമായി പിതാക്കന്മാരെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം പൂർവ്വപിതാവായ ആദം അലൈഹിസ്സലാം, പിന്നീട് നൂഹ് നബി അലൈഹിസ്സലാം, ആ പരമ്പരയിലൂടെ
പ്രവാചകന്മാരുടെ പരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ മക്കളിലൂടെ മുന്നോട്ട് പോകുമ്പോ അവിടെയും കാണുന്നത് ഒരുപാട് പ്രവാചകന്മാരായ മക്കളുടെ മക്കളാണ് അദ്ദേഹത്തിന് നൽകപ്പെട്ടിരിക്കുന്നത് എന്നുള്ള നിലക്ക് വലിയ ആദരവാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാംക്ക് നൽകപ്പെട്ടത് എന്ന് നമ്മൾ കാണുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു വമിൻ ദുർരിയത്തിഹി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദുർരിയത്ത് അന്നൽ വലദൽ ഇൻസാൻ ലാ യുഖാലു ഇന്നഹു ദുർരിയത്തുഹു എന്ന് പറയുന്നുണ്ട് ചില പണ്ഡിതന്മാർ. ഒരാളുടെ നേരക്കുള്ള മക്കൾക്ക് ദുർരിയത്ത് എന്ന് പറയില്ല. ഇസ്മായിൽ അലൈഹിസ്സലാം മാ കാന മിൻ ദുർരിയത്തി ഇബ്രാഹിമ ബൽ ഹുവ മിൻ ദുർരിയത്തി നൂഹി അലൈഹിസ്സലാം. തുടക്കത്തിൽ ഇസ്ഹാഖ് നബിയെ പറഞ്ഞപ്പോ അവിടെ ഇസ്മായിൽ നബിയെ പറയാതെ അവസാന ഭാഗത്തേക്ക് വന്നപ്പോ ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അലൈഹിസ്സലാമെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ആ പരമ്പര പറയുന്നിടത്ത് ദുർരിയത്തിഹി എന്ന് പറയുന്നതിന്റെ മുമ്പായി നൂഹ് നബി അലൈഹിസ്സലാമെ പരാമർശിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ സന്താന പരമ്പരയിൽപ്പെടുന്ന വ്യക്തിയാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്നാണ് അവസാന ഭാഗത്ത് ഇസ്മായിൽ നബിയെ സംബന്ധിച്ച് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ്. അതേപോലെ ഈ ആയത്തുകളിൽ നമ്മൾ കണ്ടു ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ പേര്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചു പോയി. ലൂത്ത് വഹുവ കാന ഇബ്ന അഖി ഇബ്രാഹിം വമാ കാന മിൻ ദുർരിയത്തിഹി. ഇബ്രാഹിം നബിയുടെ ദുർരിയത്തിൽപ്പെട്ട ആളല്ല ലൂത്ത് നബി അലൈഹിസ്സലാം. മറിച്ച് ആരാണ് ലൂത്ത് നബി? അദ്ദേഹത്തിന്റെ ഇബ്നു അഖാണ്, സഹോദര പുത്രനാണ്. ഇബ്രാഹിം നബിയുടെ സഹോദരന്റെ പുത്രനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ ദുർരിയത്ത് എന്ന് ഉപയോഗിച്ചതിന്റെ മുമ്പായി നൂഹ് നബിയുടെ പേര് പറഞ്ഞതുകൊണ്ട് നൂഹ് നബിയുടെ ദുർരിയത്തിൽപ്പെട്ട വ്യക്തികളാണ് ഇവരൊക്കെ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്ന് ഇവിടെ തിരിച്ചറിയാം. ശരി, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ സന്തതികളിൽ അദ്ദേഹത്തിന്റെ സന്തതികളെ സംബന്ധിച്ച് ആണ് പ്രധാനമായും ഇവിടെ എടുത്തു പറയുന്നത്. അദ്ദേഹത്തിന്റെ സന്തതികളിലൂടെ വന്നിട്ടുള്ള ഒരുപാട് പ്രവാചകന്മാരെ സംബന്ധിച്ചാണ് ഈ ആയത്തുകളിലൂടെ അദ്ദേഹത്തിന് ഉള്ള പ്രത്യേകതകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഖുർആൻ വിശദീകരിച്ചു പോകുന്നത്. അവിടെ അതേപോലെ ഈസാ നബി അലൈഹി ഇസ്ലാമെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാം പിതാവില്ലാതെ ജനിച്ച ആളായതുകൊണ്ട് അദ്ദേഹം മാതൃവഴിക്ക് മാത്രമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ സന്താന പരമ്പരയിൽപ്പെടുന്നത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ദുർരിയത്ത്, സന്തതികൾ എന്ന വാക്കിൽ പിതൃവഴിക്കും മാതൃവഴിക്കും പിതാവിന്റെ വഴിയിലൂടെയും മാതാവിന്റെ വഴിയിലൂടെയും ഒക്കെ വരുന്ന മക്കൾക്ക് ദുർരിയത്ത് എന്ന പദം ഉപയോഗിക്കാമെന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു. ഇതൊക്കെ പറഞ്ഞു പോവുകയാണ് ആ കാര്യം കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി. വേറൊരു ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വലഖദ് അർസൽനാ നൂഹൻ വഇബ്രാഹീമ വജഅൽനാ ഫീ ദുർരിയത്തിഹിമാ അൻ-നുബുവ്വത വൽ കിതാബ്. നൂഹിനെയും ഇബ്രാഹീമിനെയും നാം അയച്ചിട്ടുണ്ട് അലൈഹിമുസ്സലാം. അവർ രണ്ടാളുകളുടെയും സന്തതികളിൽ നാം പ്രവാചകത്വവും വേദഗ്രന്ഥവും ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അവരെ രണ്ടുപേരുടെയും ദുർരിയത്തിഹിമ, അവർ രണ്ടുപേരുടെയും സന്തതികളിൽ പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്ന് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അവരോട് സൂചിപ്പിക്കപ്പെട്ടത് ഏതായിരുന്നു? ഇബ്രാഹിം നബിയുടെ കഥകളാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ മക്കളിലൂടെ വന്ന പ്രവാചകന്മാരുടെ കഥകളാണ് എടുത്തു പറഞ്ഞത്. അവിടെ സൂചിപ്പിച്ചത് തുടക്കത്തിൽ ഇസ്ഹാഖ് നബിയുടെ മകനായ യഅ്കൂബ് നബിയുടെയും ആ പേരുകളാണ് ആദ്യമായി എടുത്തു പറഞ്ഞത്. അവിടെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ പേര് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഒരു സംശയം ഉണ്ടാകും. അദ്ദേഹത്തിന്റെ പേര് കുറെ കഴിഞ്ഞിട്ട് ആണ് ഇസ്മായിൽ നബിയുടെ പേര് വന്നത്. ഇസ്ഹാഖ് നബിയുടെ പേര് എന്തുകൊണ്ട് പരാമർശിക്കപ്പെട്ടില്ല അവിടങ്ങളിൽ?
ഇബ്രാഹിം നബിയുടെ ആദ്യത്തെ പുത്രൻ ഇസ്മായിൽ നബിയാണ്, സംശയമില്ല. രണ്ടാമത്തെ മകനാണ് ഇസ്ഹാഖ് നബി. ആ ഇസ്ഹാഖ് നബിയെ ആദ്യമായി എടുത്തു പറഞ്ഞു. പിന്നീട് ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബിനെ പറഞ്ഞു. പിന്നെ അതിലൂടെ വന്ന ഒരുപാട് പ്രവാചകന്മാരുടെ കഥകൾ ഖുർആൻ എടുത്തു പറഞ്ഞു. ഇസ്മായിൽ നബിയുടെ പേര് അവസാനത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത്. സംശയമില്ല എന്താണ് നമുക്കതിന് പറയാനുള്ള ഉത്തരം. ഇസ്ഹാഖ് നബിയിലൂടെ ഒരുപാട് പ്രവാചകന്മാർ ബനീ ഇസ്രായേലിയർ കടന്നു വന്നു. പക്ഷേ ആ പ്രവാചകന്മാരുടെ എല്ലാം ഏറ്റവും അവസാനത്തെ പിൻഗാമിയായി സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറന്നത് ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിലൂടെയാണ്. ആ ഒരൊറ്റ പ്രവാചകൻ തന്നെ, ആ ഒരു പ്രവാചകൻ മാത്രം ആണ് ഇസ്മായിൽ നബിയുടെ പരമ്പരയിലൂടെ വന്നത്. അതത്രയും പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രവാചകനും ചരിത്രവും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്മായിൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു പ്രവാചകനും അദ്ദേഹത്തിന്റെ പരമ്പരയിൽ നിന്ന് വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോ എത്രമാത്രം ശ്രേഷ്ഠതയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സമുദായത്തിന് അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന് നൽകപ്പെട്ട പ്രത്യേകതകൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള ഒരുപാട് സമൂഹങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ എന്തുമാത്രം മഹത്തരമായ പ്രത്യേകതകളാണ് ഈ സമുദായത്തിന് നൽകപ്പെട്ടിട്ടുള്ളത്. ആ നിലക്ക് നമ്മളൊക്കെ എത്ര വലിയ ഭാഗ്യവാന്മാരാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അത്രയധികം പ്രവാചകന്മാരെ നിയമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഓരോ സമുദായത്തിന്റെയും കഥകൾ എത്ര വേഗതയിലാണ് ആ ഓരോ സമുദായവും തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത്, ശിർക്കിലേക്ക് പോകുന്നത്, കുഫ്രിയത്തിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് അവിടങ്ങളിൽ പ്രവാചകന്മാരെ നിയമിക്കപ്പെടാനുണ്ടായ കാരണമെന്നുകൂടെ നമ്മൾ തിരിച്ചറിയാം. ശരി, പ്രവാചകന്മാരുടെ പേരിൽ പരിശുദ്ധ ഖുർആനിൽ 6 സൂറകളുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും. 10ാമത്തെ സൂറത്ത് യൂനുസ്, 11 സൂറത്ത് ഹൂദ്, 12 സൂറത്ത് യൂസുഫ്, 14 സൂറത്ത് ഇബ്രാഹിം, 47-ാം അധ്യായം സൂറത്ത് മുഹമ്മദ്, 71-ാമത്തെ അധ്യായം സൂറത്ത് നൂഹ്. ഇങ്ങനെ പ്രവാചകന്മാരുടെ പേരുകളിൽ 6 സൂറകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഇതൊക്കെ അറിയായിരിക്കും. ഇവിടെ 18 പ്രവാചകന്മാരുടെ പേരുകൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കഴിച്ചുള്ള മറ്റു പ്രവാചകന്മാർ ആരൊക്കെയാണ്? ഇവിടെ ഈ സൂറത്തിൽ പരാമർശിക്കപ്പെടാത്ത പ്രവാചകന്മാർ ആരൊക്കെയാണ്? ആലോചിച്ചു നോക്കൂ. ആദം അലൈഹിസ്സലാം, ഹൂദ് അലൈഹിസ്സലാം, സാലിഹ് നബി അലൈഹിസ്സലാം, ഷുഐബ് നബി അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം, ദുൽകിഫുൽ അലൈഹിസ്സലാം, മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും പ്രവാചകന്മാരുടെ പേരുകളാണ് ഈ സൂറയിൽ പരാമർശിക്കപ്പെടാത്തത്. ആ പ്രവാചകന്മാരുടെ പേരുകൾ വന്നിട്ടുള്ള അധ്യായങ്ങളും ആയത്തുകളുമാണ് ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാം. സൂറത്ത് ആലി ഇംറാനിൽ ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ, സൂറത്ത് ഹൂദിൽ വൈലാ ആദിൻ അഖാഹും ഹൂദ, സൂറത്ത് ഹൂദിൽ തന്നെ വൈലാ സമൂദ അഖാഹും സാലിഹ, ഹൂദിന്റെയും സാലിഹ് നബിയുടെയും കഥകൾ. സൂറത്ത് ഹൂദിൽ തന്നെ വൈലാ മദിയന അഖാഹും ശുഐബ, ശുഐബ് നബിയുടെയും പേര് സൂറത്തുൽ ഹൂദിൽ വന്നിട്ടുണ്ട്. ഇദ്രീസ് വദുൽകിഫുൽ, ആ 2 പ്രവാചകന്മാരുടെയും പേരുകൾ സൂറത്തുൽ അംബിയായിൽ വന്നിട്ടുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സൂറത്ത് ആലി ഇംറാനിൽ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ആ പ്രവാചകന്മാരുടെ മറ്റുള്ള പ്രവാചകന്മാരുടെ പേരുകൾ അറിയിക്കപ്പെട്ടത്. അപ്പൊ ഇത് നേരത്തെ
വന്ന 17 പ്രവാചകന്മാരുടെ പേരുകൾ പഠിക്കാനുള്ള, അവരെ ഓരോ ഗ്രൂപ്പായിട്ട് അവിടെ പറയാനുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞു പോയതാണ്. അതിനുള്ള പണ്ഡിതന്മാർ അങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് ആ പ്രവാചകന്മാരെ പറഞ്ഞതിന്റെ പിന്നിലുള്ള പൊരുളെന്ത് എന്ന് അവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. ബാക്കിയുള്ള ഈ 8 പ്രവാചകന്മാരുടെ 7 പ്രവാചകന്മാരുടെ പേരുകൾ ഇവിടെ പെട്ടെന്ന് പഠിക്കാവുന്നതേയുള്ളൂ. ആദം, ഹൂദ്, സാലിഹ്, ശുഐബ്, ഇദ്രീസ്, ദുൽകിഫിൽ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിരക്ക് 25 പ്രവാചകന്മാരുടെ പേരുകൾ, ആ പേരുകൾ എവിടെയൊക്കെയാണ് വന്നത് എന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സൂറത്ത് ആലിമ്രാനിൽ നൂഹ് നബിയുടെ പേര്, ആദം നബിയുടെ പേര് പരാമർശിക്കുന്നു. അതേപോലെ അന്ത്യപ്രവാചകന്റെയും പേര് പരാമർശിക്കുന്നുണ്ട്. സൂറത്ത് ഹൂദിൽ 3 പ്രവാചകന്മാരുടെ പേരുകൾ പറയുന്നുണ്ട്. ഇവിടെ പറയാത്ത സൂറത്ത് അംബിയായിൽ അതേപോലെ ഇദ്രീസിന്റെയും ദുൽകിഫിലിന്റെയും പേര് പറയുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ സൂറകളിൽ വന്നു എന്നും മനസ്സിലാക്കാൻ എളുപ്പമാണ് എന്നുള്ള നിലക്കാണ് സൂചിപ്പിച്ചത്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ പുത്രനാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ പൗത്രനുമാണ്. ഈ ഒരു കാര്യം ഇബ്രാഹിം നബിക്ക് ഇങ്ങനെ മകന്റെ മകനും ഉണ്ടാകാൻ പോകുന്നു എന്ന കാര്യം ഇബ്രാഹിം നബിക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടി മാലാഖമാർ വരുന്ന ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വലഖദ് ജാഅത് റസൂലുനാ ഇബ്രാഹീമ ബിൽ ബുശ്റാ ഖാലൂ സലാമാ ഖാല സലാമുൻ ഫമാ ലബിസ അൻ ജാഅ ബിഅജ്ലിൻ ഹനീദ് فلما رأى أيديهم لا تصل إليه نكرهم وأوجس منهم خيفة قالوا لا تخف إنا أرسلنا إلى قوم لوط وامرأته قائمة فضحكت وبشرناها بإسحاق ومن وراء إسحاق يعقوب എന്ന് പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. ഇബ്രാഹിം നബിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ സാറക്കും വാർദ്ധക്യം പ്രാപിച്ച കാലത്താണ് അദ്ദേഹത്തിന് മക്കളുണ്ടാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയുമായി മലക്കുകൾ അദ്ദേഹത്തിന്റെ അടുക്കൽ വരുന്നത്. ആ ഒരൊറ്റ സന്തോഷ വാർത്തയിൽ തന്നെ അദ്ദേഹത്തിന് ഇസ്ഹാക്കിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇസ്ഹാക്ക് എന്ന് പറഞ്ഞ ഒരു മകൻ ജനിക്കാൻ പോകുന്നു എന്ന്. വമിൻ വറാഇ ഇസ്ഹാഖ യഅഖൂബ്, ഇസ്ഹാഖ് നബിക്ക് ശേഷം യഅഖൂബ് നബിയും അദ്ദേഹം പിറവിയെടുക്കും എന്നുള്ള സന്തോഷ വാർത്ത ഇബ്രാഹിം നബി അറിയിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ സൂചിപ്പിക്കേണ്ടായി. അവിടെ നടന്നൊരു സംഭവം പറയാണ്, ഖുർആൻ എടുത്തു പറയാണ്. അങ്ങനെ മലക്കുകൾ വന്നപ്പോ അതിഥികൾ വന്ന് എന്ന് മനസ്സിലാക്കി ആ അതിഥികൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്ന ഇബ്രാഹിം നബിയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യ സാറയുടെയും കഥയാണ് ഖുർആൻ അവിടെ എടുത്തു പറയുന്നത്. പെട്ടെന്ന് തന്നെ ഒരു പൊരിച്ച മൂരിക്കുട്ടിയെ ഈ മലക്കുകളുടെ മുന്നിൽ കൊണ്ടുവെക്കുന്നു. ആ മലക്കുകൾ ഭക്ഷണം കഴിക്കാത്ത ഒരവസ്ഥ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുക. അവരുടെ കാര്യത്തിൽ എന്തോ പന്തികേട് തോന്നുകയാണ്, അവരെപ്പറ്റി ഭയം തോന്നുകയാണ്. നക്കിറഹും വഔജസ മിൻഹും ഖീഫത്തൻ എന്ന ഖുർആൻ പറഞ്ഞത്. അങ്ങനെയാണ് മലക്കുകൾ പറയുന്നത്, ലാ തഖഫ്, പേടിക്കണ്ട, ഞങ്ങള് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വരുന്ന മാലാഖമാര് ആണ് എന്ന് അവർ പറയുമ്പോൾ മാത്രമാണ് ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് ഇത് മലക്കുകളാണ് എന്ന് മനസ്സിലാകുന്നത്. അവർക്ക് പറ്റിയ അമളി അവർക്ക് ബോധ്യപ്പെടുന്നത്. വംറഅതുഹു ഖായിമത്തുൻ ഫളഹിക്കത്ത്, പിന്നിൽ അദ്ദേഹത്തിന്റെ ഭാര്യ നിൽക്കുന്നുണ്ട്. ഈ സംസാരം കേട്ട് അവർ ചിരിച്ചുപോയി എന്ന് വരെ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെയാണല്ലോ അവിടെ നടന്നിരിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ അവരുടെ വരവിന്റെ ഉദ്ദേശം അവര് വിശദീകരിക്കുക. ഞങ്ങള് ഖൗമ് ലൂത്തിന്റെ അടുക്കലേക്ക്, ലൂത്ത് നബിയുടെ ആ സമുദായത്തിന്റെ അടുക്കലേക്ക് നിയോഗിക്കപ്പെട്ടവരാ, അവർക്ക് ശിക്ഷ വരാൻ പോകുന്നു, അതിനിടക്ക് വിടന്ന് കയറിയതാണ്
നിങ്ങളെടുത്തും കയറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കയറിയപ്പോ നിങ്ങളോട് പറയേണ്ട വിഷയങ്ങൾ ഇതാണ്. ആ വിഷയം പറയാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. നിങ്ങൾക്ക് കുട്ടി ഉണ്ടാകാൻ പോകുന്നു ഇസ്ഹാക്ക്. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇസ്ഹാക്കിന് വേറൊരു മകൻ ജനിക്കാൻ പോകുന്നുണ്ട്. അവന്റെ പേര് യാക്കൂബ് എന്നാണ്. യാക്കൂബ് എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു അഖിബ, അനന്തരമായി വരുന്നത്, ശേഷം വരുന്നത് എന്നാണ് വാക്കിന്റെ അർത്ഥം തന്നെ. അങ്ങനെയാണ് അദ്ദേഹത്തിന് പേര് നൽകപ്പെട്ടത് പോലും. ആ ചരിത്രമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലായി പറഞ്ഞു പോയത്. വകുല്ലം ഫദ്ദൽന അലൽ ആലമീൻ, അങ്ങനെയാണ് ആയത്തിന്റെ അവസാനത്തിലുള്ളത്. എല്ലാവരെയും, ഈ പറയപ്പെട്ട പ്രവാചകന്മാരെല്ലാവരെയും തന്നെ ലോകരിൽ വെച്ച് നാം ഏറെ ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട് എന്നാണ് ആ ആയത്തിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത്. ഈ ഒരു വാക്ക് വെച്ചുകൊണ്ട് മലക്കുകളേക്കാൾ ശ്രേഷ്ഠരാണ് അംബിയാക്കന്മാർ എന്ന് പറയാനുള്ള കാരണം ഇതാണ്. അലൽ ആലമീൻ എന്ന് പറഞ്ഞ ലോകരേക്കാൾ. ലോകർ എന്ന് പറയുമ്പോ അവിടെ അള്ളാഹുവിന്റെ മലക്കുകളും പെടുമല്ലോ. അവരെക്കാളൊക്കെ ഏറെ പ്രാധാന്യമുള്ള, പൂരിശയുള്ള, പ്രത്യേകതയുള്ള, ശ്രേഷ്ഠതയുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ഓരോരുത്തരും എന്ന് ഈ ആയത്ത് വെച്ച് വിശദീകരിച്ച് പോയ ആളുകളുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, നമ്മൾ പഠിച്ച കഴിഞ്ഞ 3-4 ആയത്തുകൾ, ആ ആയത്തുകളിൽ പ്രവാചകന്മാരെ പറ്റി പറയുന്ന ഭാഗങ്ങൾ എടുത്തു നോക്കൂ. കുല്ലൻ ഹദൈന, എല്ലാവരെയും നാം നേർമാർഗത്തിലാക്കിയിരിക്കുന്നു. കുല്ലും മിനസ് സാലിഹീൻ, എല്ലാവരും സാലിഹീങ്ങളിൽപ്പെട്ടവരാണ്. വകുല്ലം ഫദ്ദൽന അലൽ ആലമീൻ, എല്ലാവരെയും ലോകരേക്കാൾ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. വജ്തബൈനാഹും വഹദൈനാഹും ഇലാ സിറാത്തിൻ മുസ്തഖീം, അടുത്ത ആയത്തിൽ അവരെ പ്രത്യേകം സെലക്ട് ചെയ്ത് അവർക്ക് നേർമാർഗം നൽകി ഏറ്റവും ചൊവ്വായ വഴിയിലേക്ക് അവരെ വഴി നടത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഈ പ്രവാചകന്മാരുടെ മൊത്തത്തിലുള്ള 4 പ്രത്യേകതകൾ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹദൈന, എല്ലാവരെയും നേർമാർഗത്തിലാക്കിയിരിക്കുന്നു. ഹുദ, ഹിദായത്ത് എന്നീ വാക്കുകൾക്ക് മാർഗദർശനം നൽകൽ, വഴികാട്ടൽ, വഴിയിൽ ചേർക്കൽ, സന്മാർഗത്തിലാക്കൽ എന്നൊക്കെ ഉണ്ട്, അർത്ഥമുണ്ട്. എന്നാൽ ഇവിടെ മാർഗദർശനം നൽകുക എന്ന അർത്ഥത്തിലുള്ള ഹിദായത്ത്, ആ ഹിദായത്തിനെ സംബന്ധിച്ചാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഒരാളുടെ ജീവിതത്തിൽ അയാൾക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം എന്താണ് എന്ന് ചോദിച്ചാൽ നേർമാർഗത്തിലാകുക, ഹിദായത്തിലാകുക എന്ന വിഷയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങോട്ട് വരുന്നുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. രണ്ടാമത്തെ ഗുണം എന്താണ്? അവർ സൽഗുണന്മാരാണ്, സദ്വൃത്തരായിരുന്നു. അള്ളാഹു നൽകുന്ന സർട്ടിഫിക്കറ്റുകളാണ്. മനസ്സ വാച കർമ്മണ, അവരെല്ലാവരും പരിശുദ്ധരാണ്, നിഷ്കളങ്കരാണ്. അള്ളാഹുവിനോട് സൃഷ്ടികളോട് പാലിക്കേണ്ടുന്ന എല്ലാ കടപ്പാടുകളും മര്യാദകളും പാലിച്ചു പോരുന്ന ആളുകളാണ്. സ്വാലിഹ്, ഏറ്റവും നല്ലവരാ. സ്വാലിഹ്, ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുന്നവരാ. സ്വാലിഹ്, മനസ്സാ വാച കർമ്മണ എല്ലാ നിലക്കും പരിശുദ്ധരായിട്ടുള്ള ആളുകളാണ്. അങ്ങനെയൊക്കെ അതിനെ നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത്തത്, അവർക്ക് ലോകരേക്കാൾ ശ്രേഷ്ഠ നൽകിയിരിക്കുന്നു. നമ്മൾ പറഞ്ഞു, ലോകത്ത് ഒരുപാട് ജീവജാലങ്ങളുണ്ട്, സൃഷ്ടികളുണ്ട്. എല്ലാവരെക്കാളും മെച്ചപ്പെട്ട ആളുകളാണ് അവരെന്നാണ്. നാലാമത്തത്, അവരെ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. വളവും വക്രതയും ഇല്ലാത്ത നേരായ മാർഗത്തിലേക്ക് അവരെ വഴി ചേർത്തുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ 4 പ്രത്യേകതകൾ അവിടെ പറഞ്ഞു. അതിന്റെ അവസാനമുള്ള ആയത്താണ് വമിൻ അബാഇഹിം വദുരിയാതിഹിം വഇഖ്വാനിഹിം വജ്തബൈനാഹും വഹദൈനാഹും ഇലാ സിറാത്തിൻ മുസ്തഖീം. അവരുടെ പിതാക്കളിൽ നിന്നും, ഈ പറയപ്പെട്ട പ്രവാചകന്മാരുടെ പിതാക്കളിൽ നിന്ന്, വദുരിയാതിഹിം അവരുടെ സന്തതികളിൽ നിന്ന്, വഇഖ്വാനിഹിം അവരുടെ സഹോദരങ്ങളിൽ നിന്നും. ഇവിടെ നേരത്തെ പിതാക്കളെ പറഞ്ഞു, മക്കളെ പറഞ്ഞു. ഇവിടെ ഒന്നുകൂടെ ചേർത്തി പറയുന്നു, അവരുടെ സഹോദരങ്ങളിൽ നിന്നും നാം
ശ്രേഷ്ഠത നൽകി അനുഗ്രഹിച്ച ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. വജ്തബൈനാഹും വഹദൈനാഹും, നാം അവരെ വിശിഷ്ടരായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്, അവരെ നേർമാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇലാ സിറാത്തിൻ മുസ്തഖീം 87-ാമത്തെ ആയത്ത്. ആബാഉൻ, അതാണ് ഉസൂല്, അതാണ് അടിസ്ഥാനം. ആബാഉൻ, പിതാക്കന്മാർ. ദുരിയാത്ത്, അത് ഫുറു ആണ്, ശാഖയാണ്. പിതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ദുരിയത്ത്, അത് ഫുറു ആണ്, ശാഖയാണ്. വൽ ഇഖ്വാൻ, ഫുറൂഉൽ ഉസൂൽ, സഹോദരങ്ങൾ എന്ന് പറയുന്നത് അസ്ലിന്റെ ഫർഉകളാണ്, അടിസ്ഥാനപരമായിട്ടുള്ളതിന്റെ ശാഖകളാണ് സഹോദരങ്ങൾ എന്ന് പറയുന്നത്. ഇതെന്തിനെങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മളെ സ്വത്ത് ഓഹരി ചെയ്യുന്നിടത്ത് മരിച്ചുപോയ ആളുടെ മക്കൾക്കും അതേപോലെ സഹോദരങ്ങൾക്കും ഒക്കെ സ്വത്തിൽ അവകാശമുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. മക്കളില്ലാതെ വരുമ്പോ അവകാശികളെ തിരയുന്നത് മരിച്ചുപോയ ആൾക്ക് സഹോദരങ്ങളുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടുള്ള ഒരു പരിശോധന ഉണ്ടാകാറുണ്ടല്ലോ. അന്നേരക്കാണല്ലോ ഇസ്ലാമിന്റെ അനന്തരാവകാശങ്ങൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആബാഉൻ എന്നുള്ളത് അസ്ലും, ദുരിയത്ത് എന്നുള്ളത് ശാഖകളും, അതേപോലെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് അസ്ലിന്റെ ഫർഉകളും അസ്ലിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ശാഖകളുമാണ് എന്ന് പറയുന്നതിന്റെ എന്ന് പറയാനുള്ള കാരണം അങ്ങനെയാണ്. ഏതായിരുന്നാലും ഇവിടെ ഈ പറയപ്പെട്ട പ്രവാചകന്മാർക്ക് മുഴുവനും കൃത്യമായ മാർഗദർശനം നൽകപ്പെട്ടിട്ടുണ്ട്. ആ മാർഗദർശനം നൽകപ്പെട്ട അനുഗ്രഹീതരായ ആളുകളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ സന്താന പരമ്പരയിലുള്ളത് എന്ന് സൂചിപ്പിക്കുക. പക്ഷെ അവിടെ വമിൻ ആബാഇഹിം എന്ന് പറഞ്ഞ മിൻ എന്ന് പറഞ്ഞതുകൊണ്ട് ആ മിൻ എന്ന വാക്ക് കലിമത്തു തബഈൽ എന്ന് പറയും. ചിലർ എന്ന് സൂചിപ്പിക്കാനാണ് മിൻ എന്ന് പറഞ്ഞത്. ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിലുള്ള എല്ലാ ആളുകളും ഈ പറയപ്പെട്ടത് ഗുണങ്ങൾക്ക് അർഹരല്ല എന്ന് സൂചിപ്പിക്കുന്നതിനാണ് മിൻ ആബാഇഹിം, അവരുടെ പിതാക്കന്മാരിൽ നിന്ന് ചിലർ എന്ന രൂപത്തിൽ അവിടെ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ശരി, ദാലിക ഹുദല്ല 88-ാമത്തെ ആയത്ത്. നമ്മള് കഴിഞ്ഞ ആയത്തുകളിലൊക്കെ കണ്ടു ഈ ഹുദയെ സംബന്ധിച്ച് പറയുന്നത്, നേർമാർഗത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. ഈ ആയത്തുകളിലുള്ള 83 മുതലുള്ള ഇങ്ങോട്ടുള്ള ആയത്തുകൾ നമ്മൾ നോക്കുമ്പോ ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഈ ഹുദ, യഹ്ദി എന്നൊക്കെ പറയുന്നത്, ഹിദായത്ത് എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. ദാലിക ഹുദല്ല, അതാണ് അള്ളാഹുവിന്റെ മാർഗദർശനം. ഈ പ്രവാചകന്മാരെ അവർക്ക് നൽകപ്പെട്ട, അവരെ സംബന്ധിച്ച് വിശേഷിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ കേട്ടല്ലോ. അതൊക്കെ അള്ളാഹുവിന്റെ ഹുദയാണ്, അള്ളാഹുവിന്റെ മാർഗദർശനമാണ്. യഹ്ദി ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി, അത് മുഖേന തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നിർമാർഗത്തിലേക്ക് നയിക്കുന്നു. അപ്പൊ ഒരുപാട് ഹുദയുണ്ട്. അള്ളാഹുവിന്റെ ഹുദയാണ് വേണ്ടത്, ആവശ്യമായിട്ടുള്ളത്. ഹുദ എന്ന് പറയുമ്പോ മാർഗം എന്നാണ്. ആ മാർഗം വ്യത്യസ്തമാണ്, മാർഗം പലതുണ്ട്. പക്ഷെ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേകമായ ഒരു മാർഗദർശനമുണ്ട്, അതാണ് ഹുദല്ല എന്ന് പറയുന്നത്. ആ ഹുദല്ല, അള്ളാഹുവിന്റെ ഹുദ, അത് ലഭ്യമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ വിശദീകരിക്കാം. വലു അശ്റക്കു, ഇനി ഈ പറയപ്പെട്ട പ്രവാചകന്മാരില്ലേ, 18 പ്രവാചകന്മാരില്ലേ, അവർ ആരെങ്കിലും ഒരാൾ വല്ലപ്പോഴും ഏതെങ്കിലും ഒരു സമയം അവർ ശിർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ആരെ പറ്റിയാ പറയുന്നത്? ഞാൻ ഒന്നുകൂടി പറയാം. ഈ പ്രവാചകന്മാരെ പറ്റി പറഞ്ഞ 4 വിശേഷണങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. അതിൽ തന്നെ ഹുദ, നേർമാർഗത്തിലായിരുന്നു എന്ന കാര്യം പല ആവർത്തി എടുത്തു പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള പ്രവാചകന്മാരെ പറ്റി പറയാണ് ഇവിടെ. വലോ അശ്റക്കു, അവരെങ്ങാനും ശിർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ഗൗരവപൂർവം നമ്മൾ കേൾക്കണം, നമ്മൾ അറിയണം, മനസ്സിലാക്കണം.
ലഹബിത അൻഹും, അവരിൽ നിന്ന് നിഷ്ഫലമായി പോകുമായിരുന്നു, പൊളിഞ്ഞു പോകുമായിരുന്നു. മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതെല്ലാം തന്നെ. ഒരുപാട് ചെയ്തിട്ടുണ്ടാകും, പക്ഷെ ഒരു വലിയ ബിരിയാണി ചെമ്പിലേക്ക് ഒരു തുള്ളി മണ്ണെണ്ണ ഒഴിച്ചതുപോലെ ജീവിതകാലം മുഴുവനും അമലു സാലിഹാത്തുകൾ ചെയ്ത് ഒരുപാട് നന്മകൾ പ്രവർത്തിച്ച് വലിയ വലിയ ആളുകളായി തീർന്നിട്ട് പടച്ചവരോട് പങ്കു ചേർക്കുന്ന പ്രാർത്ഥനയിലോ ആരാധനയിലോ അള്ളാഹു അല്ലാത്തവരെ സമീപിക്കുന്ന ഒരു നിലപാട് അവരുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ എങ്ങാനും സംഭവിച്ചിരുന്നുവെങ്കിൽ, അതുകൊണ്ടാണ് ലൗ എന്ന് പറഞ്ഞത്. ലൗ അശ്റകൂ വലൗ അശ്റകൂ, അവരെങ്ങാനും പങ്കു ചേർത്തിരുന്നുവെങ്കിൽ, ചേർത്തിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല, ചേർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവരുടെ പോലും, ആ പ്രവാചകന്മാരുടെ പോലും അമലുകൾ ഓരോന്നും നിഷ്ഫല. ആ വിഷയം നമ്മൾ ഗൗരവപൂർവം ഓർമ്മിക്കേണ്ടതാണ്. ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവ്, ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് സർവശക്തനായ അള്ളാഹുവിന്റെ പരിശുദ്ധത തിരിച്ചറിയാനുള്ള കഴിവ്, അതിനെയാണ് നമ്മൾ ഇവിടെ ഹുദ എന്ന് പറയുന്നത്. ആ ഹുദ കിട്ടിയ ആളുകളാണ് പ്രവാചകന്മാർ. അവരുടെ ജീവിതത്തിൽ നിന്ന് അതിന് വിപരീതമായി ഒന്നും സംഭവിച്ചിട്ടില്ല. ബഹുദൈവാരാധന എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്, ശരിയായ വഴി എന്താണ്, അത് പിന്തുടരാനുള്ള കരുത്തും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഹുദ യഹ്ദി എന്നൊക്കെ ആ പ്രവാചകന്മാരുടെ കാര്യം പറയുമ്പോൾ പ്രത്യേകമായി ഇവിടെ എടുത്തു പറയുന്നത് എന്ന് സൂചിപ്പിക്കുക. പരിശുദ്ധ ഖുർആനിലുള്ള കുറെ ആയത്തുകൾ നമ്മളൊന്ന് മനസ്സിരുത്തി വായിക്കണം. സൂറത്ത് ആൽ ഇംറാനിലെ 8-ാമത്തെ ആയത്ത്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. നമ്മളൊരു പ്രാർത്ഥനയാണ്, അള്ളാഹുവെ ഹിദായത്ത് നൽകിയതിനു ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ചു കളയരുതേ എന്നാണ്. നമ്മള് 17 തവണ നിർബന്ധമായും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നാണ്. നേരായ വഴി പടച്ചവനെ കാണിച്ചു തരണേ എന്ന്. അപ്പൊ ഹിദായത്തിന് വേണ്ടി നമ്മൾ പടച്ചവനോട് ചോദിക്കണം. വെറും ചോദ്യമല്ല ചോദിക്കുന്നത്. എന്ത് ഹിദായത്താണ് വേണ്ടത്? ഏറ്റവും മുസ്തഖീമായ, ഏറ്റവും ചൊവ്വായ, ശരിയായ വഴിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ളത് പടച്ചവനെ എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. അതും പോരാ, അങ്ങനെ ആ ഹിദായത്ത് ലഭ്യമായതിനു ശേഷം പടച്ചവനെ എന്റെ ഹൃദയത്തെ നീ തെറ്റിച്ചു കളയരുതേ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖുലൂബനാ അലാ ദീനിക് എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. വേറെ ദുആ ഇങ്ങനെയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ് വനഈമൻ ലാ യൻഫദ് വമുറാഫഖത നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അലാ ജന്നത്തിൽ ഖുൽദ്. അല്ലാഹുവേ, തെറ്റിപ്പോകാത്ത ഈമാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു, മുർത്തദ്ദായി പോകാത്ത, ഇത് മുമ്പൊരിക്കൽ നമ്മൾ പറഞ്ഞു പോയതാ. വനഈമൻ ലാ യൻഫദ്, തീർന്നു പോകാത്ത അനുഗ്രഹം പടച്ചവനെ ഞാൻ നിന്നോട് ചോദിക്കുക. അതോടൊപ്പം തന്നെ ജന്നത്തുൽ ഖുൽദ്, ശാശ്വതമായ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എനിക്ക് നീ അവസരം നൽകണേ. അദ്ദേഹത്തിന്റെ കൂടെ കഴിയാൻ, അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായി കഴിയാൻ പടച്ചവനെ നീ എനിക്ക് അവസരം നൽകണേ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഗംഭീരമായ കാര്യങ്ങളല്ലേ നമ്മളിവിടെ ചോദിക്കുന്നത്. പടച്ചവനെ, തെറ്റിപ്പോകാത്ത ഈമാൻ, തീർന്നു പോകാത്ത അനുഗ്രഹം, അതേപോലെ ഏറ്റവും ഉന്നതമായ സ്വർഗത്തിൽ നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അന്ത്യപ്രവാചകന്റെ കൂടെ കഴിയാനുള്ള സൗഭാഗ്യം നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്നൊരു പ്രാർത്ഥന കാണാം. വേറൊരു പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നത് അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി. അതെപ്പോഴും പറഞ്ഞോളൂ, എപ്പോഴും പറയേണ്ട ഒരു പ്രാർത്ഥനയാ, ചെറിയതല്ലേ. അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി, അല്ലാഹുവേ നീ എനിക്ക് ഹിദായത്ത് നൽകണേ. ഇഹ്ദിനി ഇഹ്ദിനി, ഹിദായത്ത് നൽകണേ.
വഹ്ദിനി അല്ലാഹുമ്മ അഗ്ഫിർലി വർഹംനി വജ്ബിർനി വഹ്ദിനി. അവിടെ പറയുന്ന ഇഹ്ദിനി വസദ്ദിദ്നി. എന്നിട്ട് ക്ലിയർ ആയിട്ട് കുഴപ്പമില്ലാതെ തെറ്റിപ്പോകാത്ത നിലയിൽ എന്നെ ആ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണമേ എന്നാണ് വാക്കിന്റെ അർത്ഥം. സദ്ദിദിനി, എന്നെ നീ അവിടെ ശരിയാക്കിയിട്ട് ആ ഹിദായത്തിൽ ശരിക്കും ഉറപ്പിച്ചു നിർത്തണേ റബ്ബേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. 17 പ്രവാചകന്മാരുടെ അല്ല 18 പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു പറഞ്ഞിട്ട് അവരൊക്കെ നാം ഹിദായത്ത് നൽകിയ ആളുകളായിരുന്നു എന്നിങ്ങനെ ആ പ്രവാചകന്മാരെ അടിക്കടി ഇങ്ങനെ പറഞ്ഞു പോരുന്നതിന്റെ അതിന്റെ പിന്നിലുള്ള പൊരുൾ എന്ന് ബോധ്യപ്പെടുത്തുന്നതിനാണ് ഇത്രയധികം വിശദീകരിച്ചു പോകുന്നത്. ഒരു പ്രാർത്ഥനയും കൂടെ ശ്രദ്ധിച്ചു നോക്കൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഇന. അല്ലാഹുവേ, ഞാൻ നിന്നോട് ഹുദ ചോദിക്കുക, നിർമാർഗം, സൂക്ഷ്മത, അതേപോലെ ജീവിതത്തിൽ സംതൃപ്തി നിറഞ്ഞ, ധന്യത നിറഞ്ഞ, സംതൃപ്തമായ, ഭക്തിപൂർവമുള്ള ഹിദായത്തിലൂടെ പോകാൻ കഴിയുന്ന ആ കാര്യങ്ങളൊക്കെ പടച്ചോനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇവിടെയും വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്. വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകേണ്ട നിർമാർഗം വേണം പടച്ചോനെ, സൂക്ഷ്മത പാലിക്കാൻ, തെക്കുവ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണേ റബ്ബേ. എന്ത് കിട്ടിയാലും സംതൃപ്തമായിട്ട് ജീവിക്കാൻ മുന്നേ അങ്ങനെ കഴിയാനുള്ള അവസരം ഉണ്ടാകണേ പടച്ചോനെ. ആവശ്യത്തിനുള്ള ഗിന നീ നൽകണേ. മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകരുതേ എന്നിങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ ഉണ്ടാകണമെന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഇതിന് വിപരീതമായി ഈ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ശിർക്കിന്റെ ചെറിയൊരു അംശം കടന്നു വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതില് അള്ളാഹു ഒരു മടിയും കാണിച്ചിട്ടില്ലട്ടോ പറയാന്, ഒരു കുറവും കാണിച്ചിട്ടില്ല. ശിർക്കിനെ പറ്റി വില കുറച്ച് പറഞ്ഞിട്ടേ ഇല്ല. പ്രവാചകന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഉപയോഗിച്ച് വാക്കെന്താണെന്നറിയോ? ഹബിത്ത എന്നാ ഉപയോഗിച്ചത്. ഹബിത്ത എന്ന വാക്കിന്റെ അർത്ഥം ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത് അസ്ലുൽ ഹബത്ത് അൻ തഅകുലൽ ഇബ്ലു ശൈഅൻ യദുർറുഹാ ഫതഅലമ ബുതൂനുഹാ ഫതഹ്ലിക് എന്ന. ഒട്ടകം അതിന് തിന്നുകൂടാൻ പറ്റാത്ത എന്തെങ്കിലും സാധനങ്ങൾ തിന്ന, എന്നിട്ട് അതിന്റെ വയറ് അങ്ങനെ വീർത്തു വരുന്നു, അവസാനം അത് മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നു. അങ്ങനെ വയറ് വീർത്ത് പൊട്ടിപ്പോവുക, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായ. ഒരുപാട് ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണം കഴിച്ചത് അതിൽ പലതും ഉണ്ടായിരുന്നു, തിന്നുകൂടാൻ പറ്റാത്തത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വയറ് വീർത്ത് 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 അവസാനം തിന്നതൊന്നും ഉപകരിക്കാതെ ആ ഒട്ടകം മരണത്തിന് കീഴ്പ്പെടേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകിത്തീരുന്നത് പോലെ അതാ വാക്കാണ് ഹബിത്ത എന്നുള്ളത്. ആ വാക്കാണ് ഇവിടെ ഖുർആൻ എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോയിക്കൂടാ. പ്രവാചകന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞതാണ്, പ്രവാചകരെ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകാൻ ഒരു ചെറിയ കാര്യം മതിയാകുമായിരുന്നു, പക്ഷെ നിങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല. അതെന്താ? ശിർക്ക്. ഏതെങ്കിലും നിനക്ക് പടച്ചവനോട് പങ്കുചേർക്കുക. ഒരാള് മുഴുവൻ കാലവും മുശ്രിക്കായി, എല്ലാ അർത്ഥത്തിലും മുശ്രിക്കായി ജീവിക്കേണ്ടതില്ല അവന്റെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകാൻ. ശിർക്കിന്റെ ചെറിയൊരു ലാഞ്ചന ഉണ്ടായാൽ മതി. ആ ശിർക്ക് കടന്നു വരുന്നതിന് നിങ്ങൾ വളരെ ഗുരുതരമായ നിലക്ക്, വലിയ അപകടം നിറഞ്ഞ സംഗതിയാണ്. ആ നിലക്ക് തന്നെ നിങ്ങൾ കാണണേ. ഉറമ്പരിക്കുന്നത് പോലെ ആണ് പലപ്പോഴും ശിർക്ക് കടന്നു വരിക. ഇന്ന് നമ്മൾ കാണുന്നില്ലേ, തൗഹീദി പ്രസ്ഥാനത്തിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ആളുകൾ അവരുടെ വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഒക്കെ തന്നെ പലനിരക്കും ശിർക്കിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ? അള്ളാഹുവിനെ വിട്ട് മലക്കുകളോടും ജിന്നുകളോടുമൊക്കെ സഹായാർത്ഥന
നടത്തുകയും അവരെ ഭയപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലൊക്കെ ആ സമൂഹം മാറിപ്പോകുന്നത് നമ്മൾ വളരെ ഭയപ്പാടോടുകൂടിയാണ് നമ്മൾ കാണേണ്ടത്. അതിലൊക്കെ പെട്ടുപോകുന്നതിൽ നിന്ന് പടച്ചവരോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. വലിയൊരു കാര്യമാണ്. അതേപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ പൊളിഞ്ഞു പോകുന്ന കുറെ ആയത്തുകൾ ഖുർആനിലുണ്ട്. ആ ആയത്തുകളാണ് ഇവിടെ 6 ഭാഗങ്ങളിലായിട്ട് ഞാൻ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. വിശദീകരിച്ചു പോകാൻ സമയം ഉണ്ടാവില്ല. മുസ്ലിമായി ജീവിക്കുകയായിരുന്നു, പിന്നെ മുർത്തദ്ദായി, മതത്തിൽ നിന്ന് പുറത്തുപോയി, എന്നിട്ട് അവൻ മരിക്കുന്നത് കാഫിർ ആയിക്കൊണ്ടാണ്. ഈ ലോകത്തും പരലോകത്തും ഒക്കെ അവന്റെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അവർ നരകത്തിന്റെ ആളുകളാണ്. ഈമാനിനെ നിഷേധിക്കുക. ഒരുപാട് ഈമാൻ ഉണ്ടല്ലോ, നമ്മൾ പലതിനെയും ഈമാൻ കൊള്ളണമല്ലോ, വിശ്വസിക്കണമല്ലോ. അതിലേതെങ്കിലും ഒന്നിനെ കാഫിറാക്കുക, നിഷേധിച്ചതല്ല എങ്കിൽ അവൻ ചെയ്ത കാര്യങ്ങളൊന്നും കാര്യമല്ല. അതൊക്കെ ആ കാര്യങ്ങൾ ഓരോന്നും നശിച്ചു പോകും, ആ കർമ്മങ്ങൾ ഓരോന്നും നശിച്ചു പോകും, പരലോകത്ത് നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യും. ഉലായിക്കല്ലദീന കഫറു ബിആയാത്തി റബ്ബിഹിം വലിഖാഇഹി ഫഹബിതത് അമാലുഹും. മൂന്നാമത്തത്, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ നിഷേധിക്കുന്നവർ, പടച്ചവന്റെ ആയത്തുകളെ നിഷേധിക്കുന്നവരും, ഫഹബിതത് അമാലുഹും, അവരുടെ കർമ്മങ്ങളും പൊളിഞ്ഞു പോകും. ഫലാനുഖീമുലഹും യൗമൽ ഖിയാമത്തി വസ്ന. ആ കർമ്മങ്ങൾക്കൊന്നും പരലോകത്ത് എന്നാൽ ഒരു തൂക്കം ഉണ്ടാവില്ല. കനം തൂക്കുമ്പോ അവരെ തൂക്കി നോക്കുമ്പോ തൂക്കം ഉണ്ടാവില്ല, ഒക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടാകും, നിഷ്ഫലമായി പോയിട്ടുണ്ടാകും. 4 വലക്കദ് ഊഹിയയിലേക്ക് വൈലല്ലദീന മിൻ ഖബ്ലിക ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകരെ, നിങ്ങൾക്കും നിങ്ങളുടെ മുമ്പുള്ളവർക്കും നാം വഹീ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോവുകയും നഷ്ടകാരികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യുമെന്ന കാര്യം. 5 യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. നിസ്സാരാണ് കരുതണ്ട, പ്രവാചകനേക്കാൾ ഉയർന്ന ശബ്ദത്തിൽ നിങ്ങൾ പ്രവാചകന്റെ സന്നിധിയിൽ വെച്ച് സംസാരിച്ചാലുണ്ടല്ലോ നിങ്ങളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. അവിടെ സൂക്ഷിക്കണം. പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ ഉയർന്ന ശബ്ദത്തിൽ അദ്ദേഹമാണ് സംസാരിക്കുന്നത്, അദ്ദേഹമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, മതകാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, ഖുർആൻ പറഞ്ഞു കൊടുക്കുന്നത്. ആ നിലക്ക് ആ പ്രവാചകനോടുള്ള ബഹുമാന ആദരവുകളില്ലാതെ അദ്ദേഹത്തെക്കാൾ ഉച്ചത്തിൽ നിങ്ങളെങ്ങനെ സംസാരിച്ചാൽ നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോകും എന്നുള്ള വളരെ കടുത്ത ഭാഷയിൽ വരെ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. 6 കുറേണ്ടനിയും 6 കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നെന്ന് മാത്രം. ഇന്നല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹി വശാഖുർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദാ ലയദുറുല്ലാഹി ശൈഅ വസയുഹ്ബിതു അമാലുഹും. നിഷേധിച്ചവർ, കളവാക്കിയവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടഞ്ഞു വെക്കുന്നവർ, അള്ളാഹുവിന്റെ പ്രവാചകനോട് ശത്രുത വെച്ചു പുലർത്തുന്ന ആളുകൾ, കാര്യങ്ങൾ വളരെ വ്യക്തമായതിനു ശേഷവും ഈ നിലക്കാണ് അവരുടെ പ്രവർത്തികൾ എങ്കിൽ പടച്ചവൻ ഒരു നിലക്കും ബുദ്ധിമുട്ടില്ലട്ടോ, പടച്ചവനെ ഒരു നിലക്കും ബുദ്ധിമുട്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലട്ടോ. പക്ഷെ എന്താ സംഭവിക്കുക? വസയുഹ്ബിതു അമാലുഹും, അവരുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോവുകയുള്ളൂ. പടച്ചവന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടഞ്ഞു നിർത്തുക, പടച്ചവന്റെ വിഷയങ്ങൾ ഓരോന്നോരോന്ന് നിഷേധിക്കുക, ആ പ്രവാചകനോട് ശത്രുത വെക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുടെയും പ്രവർത്തനങ്ങൾക്ക് യാതൊരു കാര്യം ഉണ്ടാവില്ല എന്നിങ്ങനെയും അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ വിശദീകരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇത്രയാണ് ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. ഇതിന്റെ കുറഞ്ഞ ഭാഗങ്ങൾ കൂടെ ഉണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുണ്ട്. പക്ഷേ റമദാൻ മാസമാണല്ലോ അടുത്ത ആഴ്ച വരുന്നത്. പിന്നെ
റമദാനിൽ നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും. ഏതെങ്കിലും നിലക്ക് അവസരം കിട്ടുകയാണെങ്കിൽ അറിയിക്കുക. അതിന്